ഇന്നത്തെ അറിയിപ്പുകൾ. രൂപമാറ്റം വരുത്തിയ ബൈക്കുകൾ ഓടിക്കുന്നവരുടെ പേരിൽ ശക്തമായ നിയമ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പും കേരള പോലീസും. വാഹന നിർമ്മാതാക്കൾ ഘടിപ്പിച്ച സൈലൻസറുകൾക്ക് പകരം പുതിയവ ഉപയോഗിച്ച് രൂപമാറ്റം വരുത്തുന്ന വാഹന ഉടമകൾക്കെതിരെയാണ് നടപടി. തീ തുപ്പുന്നതും സ്ഫോടനമുണ്ടാക്കുന്നതുമായ വിധത്തിലുള്ള ബൈക്കുകൾ ഓടിക്കുന്നത് വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിലാണ് MVDAയുടെ നടപടി. നിലവിലെ നിയമപ്രകാരം വാഹന നിർമ്മാതാക്കളുടെ അടിസ്ഥാന ഘടനയിലോ പ്രധാന ഘടകങ്ങളിലോ അനധികൃതമായി മാറ്റം വരുത്താൻ പാടില്ല. 1988 മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 52, സെക്ഷൻ 190 ക്ലോസ് 2 എന്നിവ പ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണിത്. കേന്ദ്ര സർക്കാരിന്റെ മോട്ടോർ വാഹന നിയമം 1989 റൂൾ 120 പ്രകാരം ശബ്ദപരിധി ലംഘിക്കാനും പാടില്ല. 2 മാസത്തിനിടെ ഇത്തരത്തിലുള്ള 165 കേസുകൾ എടുത്തു. ഈ ചലാൻ വഴി 8,80,000 രൂപ പിഴ ഈടാക്കി. സൈലൻസർ രൂപമാറ്റത്തിന് 5,000 രൂപയും ശബ്ദ മലിനീകരണത്തിന് 2,000 രൂപയും പിഴയൊടുക്കും. 2 സൈലൻസർ രൂപം മാറ്റിയാൽ 10,000 രൂപ പിഴ ഈടാക്കും. കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നതിനനുസരിച്ച് പിഴത്തുകയും കൂടും. കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാൽ 7 ദിവസത്തിനകം പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഇതുകൂടാതെ RCയും സസ്പെൻഡ് ചെയ്യും. വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ പിടികൂടാൻ പോലീസും മോട്ടോർ വകുപ്പും സംയുക്തമായി സ്പെഷ്യൽ ഡ്രൈവ് നടത്താനാണ് തീരുമാനം. നിയമലംഘനങ്ങൾ ഉണ്ടായാൽ പൊതുജനങ്ങൾ 9188961011 എന്ന ഫോൺ നമ്പർ വഴിയോ rtoe11.mvd@kerala.gov.in എന്ന ഇമെയിൽ വഴിയോ മോട്ടോർ വാഹന വകുപ്പിനെ അറിയിക്കാം. വിവരങ്ങൾ നൽകുന്ന വ്യക്തിയുടെ പേരും വിവരങ്ങളും രഹസ്യമായി സൂക്ഷിക്കുമെന്ന് മോട്ടോർ വകുപ്പ് അധികൃതർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതിയതായി വികസിപ്പിക്കുന്ന അരൂർ-തുറവൂർ ഉയരപാതയിൽ മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ ടോൾ സംവിധാനം ഏർപ്പെടുത്തും. ടോൾ ബൂത്തുകളും മറ്റു തടസ്സങ്ങളുമില്ലാത്ത തരത്തിലാണ് പുതിയ രീതിയിൽ ടോൾ പിരിവ് നടത്തുന്നതെന്ന് അധികൃതർ. ഗുജറാത്തിൽ നടപ്പിലാക്കി വിജയം കണ്ട നവീന ടോൾ രീതി അരൂർ-തുറവൂർ ഉയരപാതയിലാണ് ആദ്യമായി നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്നതെന്ന് ദേശീയപാത അധികൃതർ പറഞ്ഞു. റോഡിന് മുകളിലായി ഘടിപ്പിക്കുന്ന ക്യാമറകൾ വഴിയാണ് ഫാസ്ടാഗിൽ നിന്ന് പണം ഈടാക്കുന്നത്. സെക്കൻഡുകൾക്കുള്ളിൽ ടോൾ പിരിവ് പൂർത്തിയാക്കുന്ന തരത്തിലുള്ള ആധുനിക സെൻസറുകളടങ്ങിയ നിരീക്ഷണ സംവിധാനങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ടോൾ ബൂത്തുകളിൽ വാഹനങ്ങളുടെ നീണ്ട നിര ഒഴിവാക്കുന്നതിനും നിലവിലുള്ള ഗതാഗത കുരുക്കിനും പുതിയ ടോൾ സിസ്റ്റത്തിന് പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. അതേസമയം അരൂർ-തുറവൂർ ഉയരപാതയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. നിലവിൽ പദ്ധതിയുടെ 87% ജോലികളും പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ രൂപകൽപ്പനയിൽ വരുത്തിയ മാറ്റങ്ങളും പുതിയ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തതും കാരണം പദ്ധതി പൂർത്തിയാകാൻ 2026 ഡിസംബർ വരെ കാത്തിരിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മധ്യ കേരളത്തിന്റെ വികസന സ്വപ്നമായി പ്രഖ്യാപിച്ച അങ്കമാലി-തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഹൈവേ പദ്ധതി വീണ്ടും ചർച്ചയാകുന്നു. വർഷങ്ങളായി അനിശ്ചിതത്വത്തിൽ തുടരുന്ന പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നാണ് ആവശ്യം. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് മാല പരിയോജനയിൽ ഉൾപ്പെടുത്തി വിഭാവനം ചെയ്ത അങ്കമാലി-തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഹൈവേ പദ്ധതി യാഥാർത്ഥ്യമാകണമെന്ന ആവശ്യം വീണ്ടും ശക്തമാവുകയാണ്. MC റോഡിന് സമാന്തരമായി 4 വരി പാതയായി ആസൂത്രണം ചെയ്തിരുന്ന പദ്ധതിയുടെ പ്രാഥമിക അലൈൻമെന്റും ഡിജിറ്റൽ സ്കെച്ചും പുറത്തു വന്നിരുന്നെങ്കിലും പിന്നീട് നടപടികൾ മന്ദഗതിയിലായി. അവികസിത ഗ്രാമപ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്ന രീതിയിലായിരുന്നു പാതയുടെ രൂപരേഖ. ഇതിലൂടെ ഉൾനാടൻ മേഖലകളിലെ വികസനത്തിനും ചരക്ക് ഗതാഗതത്തിനും വലിയ സഹായമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. MC റോഡിലെ രൂക്ഷമായ വാഹനത്തിരക്കും ഇതോടെ കുറയുമെന്ന് നാട്ടുകാർ പറയുന്നു. നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കാൻ ചില ഭാഗങ്ങളിൽ എലിവേറ്റഡ് പാതകൾ നിർമ്മിക്കാനായിരുന്നു ആലോചന. ഭാവിയിലെ ഗതാഗത ആവശ്യങ്ങൾ പരിഗണിക്കുമ്പോൾ പദ്ധതി അനിവാര്യമാണെന്ന് പൊതുപ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ജനപ്രതിനിധികൾ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.